ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ അരച്ച് വെച്ചൊരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അല്പം ചൊറുക്കയും ചേർത്ത് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഈ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങ അരയ്ക്കുന്നുണ്ട്. ഒരു അരമുറി തേങ്ങ മിക്സിയിലിട്ട് ഒരു 2 പച്ചമുളകും 3-4 വെളുത്തുള്ളി അല്ലിയും ഒരു അല്പം ജീരകവും ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത്. അതിനുശേഷം പാൻ ചൂടാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി വരാനുള്ള ഒരു സൂത്രപ്പണിയാണ് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ സവാള വഴണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മിക്സിലേക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളിയാണ്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ തക്കാളിയുടെ ഈ പേസ്റ്റോ ഇത് വാങ്ങാൻ കിട്ടും, അത് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തക്കാളി ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. ഇനി നമ്മൾ ഈ തക്കാളി ഒന്ന് വേവുന്നതിനായിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടികൾ ചേർക്കുന്നതാണ്. ഏറ്റവും ആദ്യം ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നീട് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. പിന്നീട് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നേരത്തെ ഞാൻ ഉലുവ ചേർത്തിരുന്നില്ല, അതുകൊണ്ട് ഉലുവ പൊടിയാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഉലുവ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ആദ്യം നമ്മുടെ സവാളയെല്ലാം വഴറ്റുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഉലുവ നമുക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കാവുന്നതാണ്. പൊടികളെല്ലാം ചേർക്കുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ ഈ പൊടികളെല്ലാം അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളുടെ പൊടികളെല്ലാം ചേർത്ത് ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ചെമ്മീൻ ചേർക്കാവുന്നതാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഈ ചെമ്മീൻ ഈ മസാലയിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ കറിയിൽ. പെട്ടെന്ന് തന്നെ ചെമ്മീൻ ചേർത്തിട്ട് ആരും വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ മസാലയിലേക്ക് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചെമ്മീന് ഈ മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഈ മസാലയിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കണം. ഇപ്പം ഞാൻ ഈ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഈ സമയത്ത് പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിക്കാവുന്നതാണ്. അപ്പോൾ ചെമ്മീൻ അധികം കുക്കാവേണ്ട ആവശ്യമില്ല, ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡി ആയിക്കോളും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഈ മിക്സിയിലോട്ട് ചേർക്കുന്നതാണ്. പിന്നെ ഒരു അല്പം വെള്ളം കൂടി ഞാൻ ഈ മിക്സി കഴുകിയിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ കറിക്ക് പുളി ആവശ്യമാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ വാളംപുളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചത് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.